ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് എന്താണ്? ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ കുറിച്ചിട്ടാണ് അല്ലേ. അതായത് ഏറ്റവും എൻറ്റയർലി നമ്മളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, ലാംഗ്വേജ്, ഫോളോ അപ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ട്രൈബൽ പീപ്പിൾ എന്ന് പറയുന്നത് അല്ലേ. ഇനി അപ്പോൾ അവരുടെ ജീവിത രീതികൾ, സവിശേഷതകളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എവിടെ താമസിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ പോകുന്നത് ദി സെക്കൻഡ് കമ്മ്യൂണിറ്റി അല്ലേ. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്ന അടുത്തൊരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റിയാണ്. ഏതാണത്? യെസ്, റൂറൽ കമ്മ്യൂണിറ്റി ആൻഡ് ദെയർ ഫീച്ചേഴ്സ് അല്ലേ. റൂറൽ കമ്മ്യൂണിറ്റീസിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ സവിശേഷതകളെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം റൂറൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമീണ ജീവിതം നയിക്കുന്ന ആളുകളാണ് അല്ലേ. എന്താണത്? വില്ലേജേഴ്സ് അല്ലേ, അല്ലെങ്കിൽ വില്ലേജുകളിൽ, ഗ്രാമങ്ങളിൽ അധിവസിച്ച് അല്ലെങ്കിൽ താമസിക്കുന്ന ആളുകളെയാണ് നമ്മൾ റൂറൽ പീപ്പിൾ അല്ലെങ്കിൽ റൂറൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പം ചിലപ്പം നിങ്ങൾക്ക് അറിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. അപ്പം നമ്മളെല്ലാവരും സിറ്റീസിലെല്ലാം താമസിക്കുന്നവരാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ പാരൻസോ ഗ്രാൻഡ് പാരൻസോ ഒക്കെ ഏതെങ്കിലും ഗ്രാമങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന കഥകളൊക്കെ ചിലപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം അവരുടെ ആ ഒരു ഗ്രാമീണ ജീവിതം, എന്തൊക്കെ സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ സവിശേഷതകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ അവർക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മളിനി കടന്നു പോകുന്നത്. ഓക്കെ, റൂറൽ കമ്മ്യൂണിറ്റീസ് എന്താണ്, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. പീപ്പിൾ ഓഫ് റൂറൽ ഏരിയാസ് ആർ ക്ലോസ് ടു ഈച്ച് അതർ ആൻഡ് നോ ഈച്ച് അതർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഗ്രാമീണർ എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഈ ഗ്രാമീണർക്ക് ഒരു പ്രധാനപ്പെട്ടൊരു സവിശേഷതയാണ് അവരെല്ലാം പരസ്പരം വളരെയധികം നല്ലൊരു റിലേഷൻഷിപ്പ് പുലർത്തുന്നവരായിരിക്കും. അതായത് പരസ്പരം എല്ലാവർക്കും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു കണക്ഷൻ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകൾ മറ്റുള്ള തൊട്ടടുത്തുള്ള വീടുകളിലെ ആളുകളുമായിട്ട് വളരെയധികം നല്ലൊരു റിലേഷൻഷിപ്പിലായിരിക്കും ഉണ്ടാവുക. ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല അല്ലേ. ഇപ്പം നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നു, നമ്മുടെ തൊട്ടടുത്ത് കുറേ വീടുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പം എല്ലാവരും അടുപ്പിച്ചടുപ്പിച്ചാണ് വീടുകൾ വയ്ക്കുക. അപ്പം ഇപ്പം എൻ്റെ വീട്ടിൽ എത്ര പേരുണ്ടെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എൻ്റെ തൊട്ടടുത്ത് ജീവിക്കുന്നവരാരാണ്, അല്ലെങ്കിൽ ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ വരുന്നുണ്ട്, കുട്ടികൾ വല്ലവരും ഉണ്ടോ, അവരെന്ത് ജോലി ചെയ്യുന്നു എന്നൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ വല്ല ഐഡിയ ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കും വലുതായിട്ട് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടത്തില്ല, ശരിയല്ലേ. പക്ഷേ ഗ്രാമങ്ങളിൽ അങ്ങനെയല്ല. തൊട്ടടുത്തുള്ള ആളുകളും കുറേ ഡിസ്റ്റൻസ് വരുന്ന ഏരിയ വരെയുള്ള ആളുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവർക്ക് അറിയാൻ പറ്റും. അവരെന്ത് ചെയ്യുന്നു, എത്ര പേരുണ്ട്, കുട്ടികളൊക്കെ ഉണ്ടോ അല്ലേ, എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്, ഇങ്ങനെയുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് എപ്പോഴും ഇവർ ഫോളോ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദെയർ ക്ലോത്തിങ്സ് ആർ സിമ്പിൾ ആൻഡ് സോ ദെയർ ലൈഫ് സ്റ്റൈൽസ് ടു അല്ലേ. അവരുടെ വസ്ത്രധാരണ രീതികളും അവരുടെ ജീവിത രീതികളൊക്കെ വളരെ സിംപ്ലിസിറ്റിയാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഒരു വസ്ത്രധാരണ രീതിയൊക്കെ ഫോളോ ചെയ്യുന്നവരാണ് ഈ വില്ലേജേഴ്സ് അല്ലെങ്കിൽ റൂറൽ പീപ്പിൾ എന്ന് പറയുന്നത്. Agriculture and allied activities are the important occupation of traditional rural communities. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ഗ്രാമീണ ജീവിതം അല്ലെങ്കിൽ ഗ്രാമീണർ എന്ന് പറയുന്നത് അവരെപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു തൊഴിൽ രീതി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, മെയിനായിട്ട് അഗ്രികൾച്ചറാണ്. പിന്നെ അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പല ആക്ടിവിറ്റീസ് അല്ലേ. ഇപ്പോൾ അഗ്രികൾച്ചറിൽ തന്നെ കൃഷി തന്നെ ചെയ്യണമെന്നില്ല. കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് കന്നുകാലി വളർത്തൽ വരും, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട പല തൊഴിലുകൾ വരുന്നു. അപ്പോൾ ഈ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് മെയിനായിട്ട് അവരുടെ മീൻസ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത്. ദെൻ കാറ്റിൽ റെയറിങ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ആർ ഓൾസോ ദെയർ മെയിൻ മീൻസ് ഓഫ് ലിവിങ് അല്ലേ. കാറ്റിൽ റെയറിങ് ഉണ്ട്, കന്നുകാലി അല്ലേ, മൃഗങ്ങളെ, പശുക്കളെ, ആടുകളെയൊക്കെ വളർത്തുന്നവരുണ്ട്, അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. പിന്നെ ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്ത് ജീവിക്കുന്നത്, അതായത് ഈ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിച്ച് അതുമായിട്ട് ജീവിതം പുലർത്തുന്ന ആളുകളും ഒക്കെ നമുക്ക് ഈ ഗ്രാമീണരുടെ ഇടയിൽ കാണാൻ പറ്റും, റൂറൽ കമ്മ്യൂണിറ്റിയിൽ കാണാം. Then joint family system had a great importance in traditional villages. അപ്പോൾ ഈ പരമ്പരാഗതമായിട്ടുള്ള ഗ്രാമീണർ അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഏറ്റവും നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള അവരുടെ ഫീച്ചർ എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ളൊരു ജോയിൻറ്റ് ഫാമിലിയാണ്. ഓക്കെ, ജോയിൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടുകുടുംബം അല്ലേ, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ നിങ്ങൾ കൂട്ടുകുടുംബത്തിലാണോ താമസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. ഇപ്പം നമ്മൾ കൂടുതൽ ആളുകളും ഇന്നത്തെ ഒരു സൊസൈറ്റി, ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവരെല്ലാവരും ന്യൂക്ലിയർ ഫാമിലീസാണെന്ന് പറയാറുണ്ട്. എന്താണ് ന്യൂക്ലിയർ ഫാമിലീസ്? അതായത് ഒരു വീട്ടിലൊരു അച്ഛൻ, അമ്മ, ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടികൾ, അത്രയേ ഉള്ളൂ. ചിലപ്പം അവരുടെ പാരൻസും കൂടെ കാണുമായിരിക്കും കൂടെ.
അതൊക്കെ വളരെ റെയറായിട്ട് കാണുന്നുള്ളൂ അല്ലേ. അപ്പം അങ്ങനെ ചെറിയ ചെറിയ കുടുംബങ്ങളാണ് ന്യൂക്ലിയർ ഫാമിലീസ് നമ്മൾ പറയാം. പക്ഷേ ഈ വില്ലേജേഴ്സ് അല്ലെങ്കിൽ റൂറൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ റൂറൽ ആയിട്ടുള്ള പീപ്പിൾസ് അങ്ങനെയല്ല ഫോളോ ചെയ്യുന്നത്. അവർ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ് കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബം അല്ലേ. ഇപ്പം ഒരു അച്ഛൻ, അമ്മ, കുട്ടികൾ, ദെൻ അവരുടെ എന്താ പറയുക അനിയന്മാർ, അനിയത്തിമാർ, ചെറിയച്ഛന്മാർ, ചെറിയമ്മമാർ, അമ്മാവന്മാർ, അമ്മായിമാർ, എല്ലാവരും കൂടെ എന്താണ് പല പല വീടുകളിലൊന്നുമല്ല, ഒരൊറ്റ വീട്ടിൽ എല്ലാവരും കൂടെ ചേർന്നായിരിക്കും താമസിക്കും. ഒത്തിരി ആളുകൾ ഉണ്ടായിരിക്കും ഒരു വീട്ടിൽ തന്നെ, ഒത്തിരി മെമ്പേഴ്സ് വരും. അപ്പോൾ അതാണ് ജോയിൻറ്റ് ഫാമിലി. ഇതെന്ന് പറയുന്നത് ഈ വില്ലേജ് ലൈഫിൻ്റെ ഒരു യുണീക്കായിട്ടുള്ള ഫീച്ചറാണ് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം എന്ന് പറയുന്നത്. അവർ അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അങ്ങനെ ഒന്നിച്ച് താമസിക്കാനാണ് അവർ കൂടുതൽ ഇഷ്ടപ്പെടുക. റൂറൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പം പല രീതിയിൽ വരും. ചില പ്രദേശങ്ങൾ നമ്മൾ ഇതിനകത്ത് ഈ പിക്ചറിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. Many rural joint families had their own traditional occupation undertaken by their clan. അല്ലേ, അവർക്ക് ഈ ജോയിൻറ്റ് ഫാമിലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ചില രീതിയിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഓക്യുപ്പേഷൻസ് അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ചില കുലത്തൊഴിലുകൾ എന്നൊക്കെ പറഞ്ഞു, ട്രൈബ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അല്ലേ, ട്രൈബൽ പീപ്പിൾസ് അവരുടേതായിട്ടുള്ള ചില കുലത്തൊഴിലുകളെ ഫോളോ അപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെയും ഈ റൂറൽ പീപ്പിൾസും അവരുടെ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിൽ ചില പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്ന ചില എന്താ പറയുക ഓപ്പർച്യൂണിറ്റി, ജോബ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള തൊഴിലുകൾ അവരെപ്പോഴും എന്ത് ചെയ്യുന്നു, ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പം ചിലർ ഈ പറയുന്ന ചെണ്ട അങ്ങനെയുള്ള വാദ്യോപകരണങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു കുടുംബം ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് അവരുടെ കുടുംബത്തിൽ ഇത് എന്താ പറയുക അന്യം നിന്ന് പോവില്ല. ഓക്കെ, അതായത് ഇപ്പം അച്ഛനമ്മമാർ ചെയ്തിരുന്നത് അല്ലെങ്കിൽ അച്ഛൻ ചെയ്തിരുന്നത് അവരുടെ മക്കൾ ചെയ്യും, അതിനുശേഷം അവരുടെ മക്കൾ ചെയ്യും. ഇതെല്ലാം ഇങ്ങനെ എന്താ പറയുക തലമുറകൾ കൈമാറിയാണ് അവരുടെ ആ തൊഴിലും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള ഓക്യുപ്പേഷൻസ് അവരിങ്ങനെ കൈമാറിക്കൊണ്ടേയിരിക്കുകയാണ്. ദെൻ വില്ലേജസ് ഗീവ് ഇമ്പോർട്ടൻസ് ടു നെയ്ബർഹുഡ് റിലേഷൻസ് അല്ലേ. നമ്മളിലൊന്നും കാണാത്തൊരു കാര്യമാണ് നെയ്ബർഹുഡ് റിലേഷൻ. എന്താണത്? നമ്മളുടെ ഇപ്പം ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ അയൽപ്പക്കത്ത് താമസിക്കുന്നവർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവരെന്ത് തൊഴിലാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. ഇനിയിപ്പോൾ പോയി നോക്കിയിട്ടൊക്കെ വേണം പറയാനായിട്ട് അല്ലേ. അപ്പം അങ്ങനെ ഒരു നെയ്ബർഹുഡ് റിലേഷൻ, ഒരു ഗുഡ് നെയ്ബർഹുഡ് റിലേഷൻ അല്ലേ, അത് ആര് ഫോളോ ചെയ്യുന്നുണ്ട്? ഈ റൂറൽ പീപ്പിൾസ് അല്ലെങ്കിൽ വില്ലേജസ് എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അവരുടെ തൊട്ടടുത്ത് താമസിക്കുന്നവർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാനും അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരും. അത്രയൊരു ക്ലോസ് റിലേഷൻഷിപ്പ് അവരെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. ദേ ഷെയർ ആൻഡ് കെയർ ഓഫ് ഈച്ച് അതേഴ്സ് ഹാപ്പിനെസ് ആൻഡ് സോറോ. എല്ലാവരും പരസ്പരം എന്ത് ചെയ്യാണ്, അവരുടെ സന്തോഷമാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും എല്ലാം ഷെയർ ചെയ്യുകയും കെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് പരസ്പരം. കാരണം എല്ലാവർക്കും പരസ്പരം അറിയാം. അതുകൊണ്ട് ദെൻ വില്ലേജേഴ്സ് ഹെൽപ്പ് അതേഴ്സ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ. വേറൊന്നുമല്ല, എല്ലാവരെയും സഹായിക്കുകയും കാര്യങ്ങളെല്ലാം പരസ്പരം അറിയാവുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ വാങ്ങിയും കൊടുത്തുമൊക്കെ തന്നെയാണ് അവർ ജീവിച്ചു പോകുന്നത്. ദെൻ ഫെസ്റ്റിവൽസ് ഹാവ് എ ഗ്രേറ്റ് പ്ലേസ് ഇൻ ദി വില്ലേജ് ലൈഫ്. അപ്പോൾ ഈ ഗ്രാമീണ ജീവിതത്തിൽ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, അവർ ജോയിൻറ്റ് ഫാമിലി ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫെസ്റ്റിവൽസിനാണ് അല്ലേ. ഫെസ്റ്റിവൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഘോഷങ്ങളാണ് അല്ലേ. പല രീതിയിലുള്ള ആഘോഷങ്ങൾ ഇവരെല്ലാവരും ഒരുമിച്ച് ആണ് സെലിബ്രേറ്റ് ചെയ്യുക. ഫെസ്റ്റിവൽസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഈ പറയുന്ന കൊയ്ത്തുത്സവങ്ങളായിരിക്കും. ഓക്കെ, ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസ് ഉണ്ടല്ലോ. കാരണം എന്താണ്, ഈ വില്ലേജസ് അല്ലെങ്കിൽ റൂറൽ പീപ്പിൾസ് കൂടുതലും അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന തൊഴിലുകൾ ചെയ്യുന്നവരാണ് അല്ലേ. അപ്പം അഗ്രികൾച്ചറലി ഓരോ എന്താ പറയുക സീസൺസ് എല്ലാം കഴിയുമ്പോൾ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, കൊയ്ത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ ആ വിളവെടുപ്പ് സമയം അല്ലെ പച്ചക്കറികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിളവെടുപ്പ് അല്ലേ, ഇപ്പം നെല്ലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാർവെസ്റ്റിംഗ്. അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവരതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത്. സോ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസ് വെയർ ദി മേജർ സെലിബ്രേഷൻസ് ഇൻ ദി വില്ലേജ് ലൈഫ്. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെലിബ്രേഷൻസിൽ ഒന്നാണ് ഈ പറഞ്ഞ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസ്, കൊയ്ത്തുത്സവങ്ങൾ അല്ലെങ്കിൽ വിളവെടുപ്പ് ഉത്സവങ്ങൾ. അതാണ് കൂടുതൽ അവർ സെലിബ്രേറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള നെല്ലൊക്കെ വിളവെടുത്ത് അല്ലേ, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ചാണത് ആഘോഷിക്കുക, ഒരു ഫെസ്റ്റിവലായിട്ട് തന്നെ ആഘോഷിക്കുകയാണ്. ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് പരസ്പരം അല്ലെ അടുത്തറിയാനുള്ളൊരു സാഹചര്യമുണ്ട്. അവർ തമ്മിൽ നല്ലൊരു അടുപ്പം ഉണ്ടായിരിക്കും, നല്ലൊരു റിലേഷൻഷിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്യും. ഗ്രാമീണരുടെ വേഷം ലളിതമായിരിക്കും, ജീവിത രീതികളൊന്നും ഒട്ടും സങ്കീർണമല്ല, മീൻസ് ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ അല്ല അവർ ഫോളോ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലായിരിക്കും അവരെപ്പോഴും ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കൃഷിയും അനുബന്ധ തൊഴിലുകളുമാണ് പരമ്പരാഗത ഗ്രാമ സമൂഹങ്ങളിൽ ഏറ്റവും മുഖ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കൃഷിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു തൊഴിലുകളും ഉണ്ട്.
കൈത്തൊഴിലുകളുണ്ട്, ഹാൻഡിക്രാഫ്റ്റ്സ് പറഞ്ഞു അല്ലേ, പിന്നെ കന്നുകാലി വളർത്തൽ, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള എന്തൊക്കെയാണ് ഉപജീവന മാർഗങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ്. ഓക്കെ, സോ കന്നുകാലി വളർത്തൽ, പിന്നെ കരകൗശല നിർമ്മാണം, കൈത്തൊഴിലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തുന്നലുകളോ നെയ്ത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെയാണ് അവരുടെ മെയിൻ ഉപജീവന മാർഗം, തൊഴിലെന്ന് പറയുന്നത്. ഇതാ കാലി വളർത്തൽ നമുക്ക് കാണാം, കാറ്റിൽ റെയറിങ്, ഫാമിംഗ്, ഇതാ ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ തൊഴിൽ. പരമ്പരാഗത ഗ്രാമങ്ങളിൽ കൂട്ടുകുടുംബ വ്യവസ്ഥ, നമ്മൾ പറഞ്ഞു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം എന്ന് പറഞ്ഞല്ലോ, കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പല ഗ്രാമീണ കൂട്ടുകുടുംബങ്ങൾക്കും അവരുടേതായിട്ടുള്ള കുലത്തൊഴിലുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ, അവർ കൈമാറി വരുന്ന തൊഴിലുകളാണ് കുലത്തൊഴിൽ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ എല്ലാ ജോയിൻറ്റ് ഫാമിലീസിനും അങ്ങനെ ഒരു കുലത്തൊഴിൽ അവരെപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ അയൽപ്പക്കങ്ങളുമായിട്ടുള്ള ബന്ധം അല്ലേ, ഒരു നെയ്ബർഹുഡ് റിലേഷൻഷിപ്പ്, അത് ഗ്രാമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വേറൊരു പോയിന്റാണ്. അവരുടെ തൊട്ടടുത്തുള്ള ആളുകളും അയൽവാസികളുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്, നല്ല റിലേഷൻഷിപ്പ്. ദെൻ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ അവരെപ്പോഴും ഒരുമിച്ചായിരിക്കും, എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യുകയും ചെയ്യും. ചടങ്ങുകളിലും ഉത്സവങ്ങളിലും ഒക്കെ പൊതുവെ എല്ലാവരും ഒരുമിച്ചാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എല്ലാവർക്കും പങ്കെടുക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. ഗ്രാമീണർ പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും കോപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഉത്സവങ്ങൾക്ക് ഗ്രാമീണ ജീവിതത്തിൽ വലിയ പ്രാധാന്യം, ഫെസ്റ്റിവൽസിനാണ് ഏറ്റവും പ്രധാനം. ഏതാണ്? കൊയ്ത്തുത്സവങ്ങളാണ്, അല്ലെങ്കിൽ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസ് ആണ് അവർ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത് എല്ലാവരും കൂടെ. ഓക്കെ, ഇനി ഈ വില്ലേജസിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഇപ്പം ട്രൈബ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ വില്ലേജസ് അല്ലെങ്കിൽ റൂറൽ പീപ്പിളിൻ്റെ കാര്യം പറഞ്ഞു. കുറച്ചും കൂടെ നമുക്ക് എന്താണ്, ഒരു പ്രകൃതിയുമായിട്ടൊക്കെ ഇണങ്ങി ജീവിക്കുന്ന ആളുകളാണ് എന്ന് നമുക്ക് തോന്നി അല്ലേ, ഇപ്പോൾ ഇവരുടെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ പറഞ്ഞപ്പം. പക്ഷേ ഈ വില്ലേജസ് ഒക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടാണ്, ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ശരിയല്ലേ? കാരണം എന്താണ്, ഇപ്പോൾ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ ഏതെങ്കിലും തരത്തിലെ ഗ്രാമങ്ങളിലൊക്കെ എപ്പോഴെങ്കിലും ജീവിക്കേണ്ടി വന്നവരായിരിക്കാം. അപ്പോൾ അവരുടെ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ അവർ മാറി ഇപ്പം നിങ്ങളുമായിട്ട് ചേർന്ന് നിങ്ങളുടെ സിറ്റീസിൽ, നിങ്ങളുടെ വീടുകളിൽ വന്ന് താമസിക്കുകയാണ് നിങ്ങളുടെ മുത്തശ്ശന്മാർ അല്ലെങ്കിൽ മുത്തശ്ശിമാരൊക്കെ. ശരി, അപ്പം അവർ താമസിക്കുമ്പോൾ ഇനി ഇപ്പം നിങ്ങളെല്ലാവരും കൂടെ ഇവരുടെ ഒരു എന്താ പറയുക വില്ലേജിലേക്ക് ഒരു റീവിസിറ്റ് നടത്തുക എന്ന് വിചാരിക്കാം. എന്ത് ചെയ്യാണ്, നിങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ സിറ്റീസ് നിങ്ങളുടെ വെക്കേഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ വരാൻ പോവാണ്, അപ്പോൾ അതൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ ഗ്രാമത്തിലേക്കൊരു റീവിസിറ്റ്, അങ്ങോട്ടേക്കൊരു വിസിറ്റ് നടത്തുകയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിരിക്കുന്ന കുറേ നോളജും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടല്ലേ. ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു, ഓല മേഞ്ഞ വീടായിരുന്നു, ഇത്ര മരങ്ങളുണ്ടായിരുന്നു അല്ല, കുളം ഉണ്ടായിരുന്നു ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ഈ റീവിസിറ്റ് നടത്താൻ നേരത്ത് പോകുമ്പോൾ ചിലപ്പോൾ ചെല്ലുമ്പോൾ ഇത്തരം കാഴ്ചകളൊന്നും ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. എന്തുകൊണ്ടാണ്? കാരണം എന്താണ്, ഈ വില്ലേജസിൽ എന്ത് വരുന്നു, ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പഠിക്കുന്നത്, ചേഞ്ചിങ് വില്ലേജസ്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല പല ഗ്രാമങ്ങളും ഒത്തിരി പല രീതിയിൽ ചേഞ്ചസ് സംഭവിച്ചേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ആ ഓല മേഞ്ഞ വീടുകളൊക്കെ മാറി ചിലപ്പം ചെറിയ രീതിയിലുള്ള വാർത്ത കെട്ടിടങ്ങളൊക്കെ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ കെട്ടിടങ്ങളൊക്കെ മാറി കുറച്ചും കൂടെ വലിയ രീതിയിലുള്ള അല്ലെ 2 നില കെട്ടിടങ്ങൾ അല്ലെ ബഹുനില കെട്ടിടങ്ങളൊക്കെ ഫോം ചെയ്തിട്ടുണ്ടാവും. മരങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും നമ്പറൊക്കെ അല്ലേ, അതൊക്കെ വെട്ടിയിട്ടായിരിക്കും ഈ പറഞ്ഞ റോഡ് ഫോം ചെയ്തതും ഇലക്ട്രിസിറ്റി വന്നതും റൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചതും ഒക്കെ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരുപാട് ചേഞ്ചസ് വില്ലേജസിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്കറിയാം വില്ലേജസിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല പണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വില്ലേജേഴ്സ് എന്താണ്, നല്ലൊരു രീതിയിലുള്ള എഡ്യൂക്കേഷൻ കിട്ടും, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള തൊഴിലവസരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ എന്താ പറയുക, നോർമലി ഓട്ടോമാറ്റിക്കലി എല്ലാ ആളുകളും തന്നെ ചിന്തിക്കുന്നത് എന്താണ്, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് വരുമ്പോൾ, അല്ലെങ്കിൽ സിറ്റീസ് ഇങ്ങനെ ഒരു ബെറ്റർ ലൈഫ് ഓഫർ ചെയ്യുമ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കലി ആളുകൾ ചേഞ്ച് ചെയ്യും അല്ലേ, ഒരു സ്വിച്ച് ഓൺ, അങ്ങനെ ഒരു ചേഞ്ചിലേക്ക് നയിക്കാൻ അല്ലെങ്കിൽ മാറാനായിട്ട് അവർ താല്പര്യപ്പെടും. റൈറ്റ്, സോ many of the villages do not retain their original form anymore, right? They transform into towns and then to cities and then to metro cities. വലിയ നഗരങ്ങളായിട്ട് മാറുന്നുണ്ട്. The cities attract the village folk, offering better prospects in employment as well as education. അല്ല, എങ്ങനെയാണ് അട്രാക്ട് ചെയ്യുന്നത് ഈ സിറ്റീസ് വില്ലേജിൽ അല്ലെങ്കിൽ ഗ്രാമീണരെ എങ്ങനെ അട്രാക്ട് ചെയ്യുന്നു അല്ലെ, ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അവരുടെ കുട്ടികൾക്ക് കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും ആരാണെങ്കിലും ഓക്കെ അങ്ങോട്ടേക്ക് അങ്ങനെ ഒരു ചേഞ്ചിലേക്ക് പോവാം എന്ന് തീരുമാനിക്കും. അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഒക്യുപ്പേഷണൽ സിറ്റുവേഷൻ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, മറ്റേ പണിയൊക്കെ ചെയ്തിട്ട് വലിയ രീതിയിലുള്ള പുരോഗതിയൊന്നും ഇല്ല അല്ലേ, വലിയ രീതിയിൽ സമ്പാദിക്കാനൊന്നും സാധിക്കുന്നില്ല, അപ്പം അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഒക്യുപ്പേഷനാണ് സിറ്റീസിൽ അവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, അങ്ങോട്ടേക്ക് ഓക്കെ അല്ലേ, ആ ഒരു ചേഞ്ചിലേക്ക് വരാം എന്നുള്ള രീതിയിൽ നമ്മൾ
മാറുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ചേഞ്ചിങ് വില്ലേജസ്. ഗ്രാമങ്ങളിൽ പലതും പഴയ രൂപത്തിൽ തന്നെ നമുക്ക് നിലകൊള്ളുന്നില്ല, അല്ലെങ്കിൽ കാണാൻ പറ്റുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗ്രാമങ്ങൾ പട്ടണങ്ങളായും പട്ടണങ്ങൾ പിന്നീട് നഗരങ്ങളായും ചില നഗരങ്ങൾ വൻ നഗരങ്ങളും ഒക്കെ ആയിട്ട് ഒത്തിരി വലിയ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ തന്നെ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. നഗരം ഗ്രാമങ്ങളിലുള്ളവരെ തൊഴിൽ, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ് ആകർഷിക്കുന്നത്, അല്ലേ? ബെറ്റർ ആയിട്ടുള്ളൊരു ഒക്യുപ്പേഷണൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി ഒക്കെ ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്വിച്ചിങ് ഓഫ് അല്ലെങ്കിൽ ആ ഒരു സ്വിച്ച് ഓണിലേക്ക് നമ്മൾ മാറും ശരിക്കും പറഞ്ഞാൽ, റൈറ്റ്? അപ്പം ആ ഒരു രീതിയിലാണ് എന്ത് പറയുന്നത്, ഈ ഒരു വ്യത്യാസം വരുന്നത്. അപ്പം ഗ്രാമീണ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇനി പ്രോബ്ലംസ് ഓഫ് വില്ലേജസ്, അല്ല, ഈ വില്ലേജസിൽ പല രീതിയിലും നമ്മൾ പറഞ്ഞു, അതായത് ബെറ്റർ ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല, ആ തരത്തിലുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട്. ബെറ്റർ ഇലക്ട്രിസിറ്റി ഉണ്ടാവണമെന്നില്ല, അല്ലേ? നല്ല രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള ചില ഫെസിലിറ്റീസ്, ചിലപ്പം ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒക്കെ വളരെ കുറവായിരിക്കും, അല്ലേ? ഇപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ ജീവിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അസുഖമൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ കുറേ ട്രാവൽ ചെയ്തിട്ട് വേണം എത്തിക്കാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അതൊക്കെ എന്താണ് ആക്ച്വലി പ്രോബ്ലംസ് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള പ്രോബ്ലംസും അതിൻ്റെ സൊല്യൂഷൻസും എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് പ്രോബ്ലംസ്? പുവർ ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അല്ലേ? എന്താണ് ആ ഒരു രീതി, അതായത് കെട്ടിപ്പടുത്തിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫെസിലിറ്റീസിൻ്റെ കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ളൊരു റോഡില്ല, നല്ല രീതിയിലുള്ള ഇലക്ട്രിക് കണക്ഷൻസ് ഇല്ല. അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്കും എന്താണ് ഇൻഫ്രാസ്ട്രക്ചറിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ദെൻ നോ ഇമ്പോർട്ടൻസ് ടു എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല നമ്മളുടെ ഗ്രാമീണ ജീവിതത്തിൽ, അല്ലേ? റൂറൽ ലൈഫ് അല്ലെങ്കിൽ റൂറൽ പീപ്പിൾസ് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല പഠിത്തം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു പ്രോബ്ലം തന്നെയാണ്. ഓക്കെ, കുട്ടികളെ നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമാണ് അവരൊക്കെ പൗരന്മാരാണല്ലോ നമ്മുടെ സമൂഹത്തിൻ്റെ. ദെൻ പിന്നെ പാട്രിയാർക്കൽ സ്ട്രക്ചർ, അതായത് വേറൊന്നുമല്ല, ഒരു മേൽക്കോയ്മയും താഴ്ക്കോയ്മയും അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പം ഗ്രാമീണരുടെ ലൈഫ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവിടുത്തെ എന്താണ് മുതിർന്ന ആണുങ്ങൾക്കായിരിക്കും, അല്ലേ? അതിനുശേഷമാണ് പിന്നെ സ്ത്രീകൾ വരിക, കുട്ടികൾ വരുന്നത്. അങ്ങനെയുള്ളൊരു എന്താ പറയുക വേരിയേഷൻ, ഒരു എന്താ പറയുക വ്യത്യാസം, ഒരു താരതമ്യപ്പെടുത്തലുണ്ട് എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ അതാണ് ഒരു പാട്രിയാർക്കൽ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല, അല്ലേ? ഇപ്പം എല്ലാവർക്കും ഈക്വാലിറ്റി വേണമെന്ന് പറയുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സിസ്റ്റം ഒക്കെ എന്താണ് മാറേണ്ട സമയമായി. അപ്പോൾ ഇതൊക്കെ വില്ലേജസ് നേരിടുന്ന പ്രോബ്ലംസാണ്, മെയിൻ പ്രോബ്ലങ്ങളാണ്. ഇനി ഇതിനുള്ള സൊല്യൂഷൻസ്, ഈ പ്രോബ്ലംസിന് നമുക്ക് എന്തൊക്കെ രീതിയിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും, എങ്ങനെയാണ് ഇതിന് സൊല്യൂഷൻസ് കൊടുക്കുക? നമ്മൾ ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് കൊടുക്കുക, അല്ലേ? സോ എഡ്യൂക്കേഷൻ ഷുഡ് ബി മെയ്ഡ് കമ്പൽസറി, നിർബന്ധമായിട്ട് വിദ്യാഭ്യാസം കൊടുത്തിരിക്കുക, റൈറ്റ്? ദെൻ അഡൾട്ട് എഡ്യൂക്കേഷൻ, അതൊരു പ്രോബ്ലം ആണ്, അല്ലേ? മുതിർന്നവർക്ക് വിദ്യാഭ്യാസ കുറവ് കൊണ്ടിട്ടാണ് അവർ പല കാര്യങ്ങളിലും ആ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അവരെയും കൂടെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താ പറയുക ഗ്രാമങ്ങളിൽ ചെയ്യേണ്ടി വരും. ദെൻ റോഡ്സ് മസ്റ്റ് ബി ബിൽറ്റ്, അല്ലെ? കൂടുതൽ നല്ല രീതിയിലുള്ള റോഡ് സൗകര്യങ്ങളൊക്കെ കൊടുക്കുക അവിടുത്തെ ആളുകൾക്ക്. പവർ സപ്ലൈസ് മസ്റ്റ്, നല്ല രീതിയിലുള്ള ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, അല്ലെ? ആളുകളൊക്കെ കൂടുന്നതിനനുസരിച്ചിട്ട് വേസ്റ്റ്, അതുമായിട്ടുള്ള ഡിസ്പോസൽ, റോഡൊക്കെ പണിയുമ്പോൾ അതിനനുസരിച്ച് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുക്കുക. ദെൻ ബെറ്റർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, നല്ല രീതിയിലുള്ള ആരോഗ്യ കാര്യങ്ങളിൽ നല്ല രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് കെയർ സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ അടിക്കടിയൊക്കെ കൊടുക്കുക, അല്ലെ? സ്ഥാപിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ അവരതുമായിട്ട് ഒത്തിരി ദൂരമൊക്കെ ട്രാവൽ ചെയ്തിട്ട് വേണം അവർക്കൊരു നല്ല രീതിയിലുള്ളൊരു ഹെൽത്ത് കെയർ കിട്ടുന്നതിന് വേണ്ടി. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലംസിനൊക്കെ ഒരു പരിധി വരെ നമുക്കൊരു സൊല്യൂഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അർബൻ കമ്മ്യൂണിറ്റീസ്, അല്ലേ? നമ്മൾ ഇപ്പോൾ എന്തൊക്കെ പഠിച്ചു? 2 കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, അല്ലേ? എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? ആദ്യം നമ്മൾ ട്രൈബ്സിനെ കുറിച്ച് പഠിച്ചു, അല്ലേ? ട്രൈബൽ കമ്മ്യൂണിറ്റി പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ എന്ത് പറഞ്ഞത്? റൂറൽ കമ്മ്യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞത്. ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഗോത്ര സമൂഹങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അവരുടെ സവിശേഷതകളും കാര്യങ്ങളും അവരുടെ ജീവിത രീതികളൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? റൂറൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമീണ ജീവിതം നയിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ? ഗ്രാമജീവിതം അല്ലെങ്കിൽ വില്ലേജേഴ്സിനെ പറ്റിയിട്ടാണ്. അവരെങ്ങനെയായിരുന്നു? അവരുടെ സവിശേഷതകൾ, വില്ലേജസിൻ്റെ ചില യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അവർ ഫോളോ ചെയ്യുന്ന ഫെസ്റ്റിവൽസ്, അല്ലെ? അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു? വളരെ സിമ്പിളായിരുന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ 2 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അണ്ടർസ്റ്റുഡ് ആണ്. ഇനി നമ്മൾ പോകുന്നത് അടുത്ത 3ാമത്തെ ഒരു ഡൈവേഴ്സിറ്റി കാണുന്ന ഒരു സോഷ്യൽ ലൈഫിലേക്കാണ്. ഏതാണത്? ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യൽ ലൈഫ് ദാറ്റ് വി ഷുഡ് സീ ദാറ്റ് ഇൻ ദി അർബൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ
അർബൻ സൊസൈറ്റി. അപ്പം അർബൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എന്താണ്, നഗര ജീവിതത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ നഗരം ആസ്വദിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന നഗരത്തിൽ ജീവിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ അതൊക്കെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അർബൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നാഗരിക ജീവിതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നാഗരിക ജീവിതം, നഗരജീവിതം എന്നും പറയാം. അപ്പോൾ അർബൻ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില പിക്ചേഴ്സൊക്കെയാണ് നമുക്കിവിടെ ആദ്യം കാണാൻ പറ്റുന്നത് അല്ലേ. എന്തൊക്കെയാണ്? വലിയ വലിയ ഫ്ലാറ്റുകൾ, ബിൽഡിങ്സ് അല്ലേ, ദെൻ സ്റ്റേഷൻസ്, ബസ് സ്റ്റേഷൻസ്, നമ്മളുടെ എയർപോർട്ട്, അതുപോലെ തന്നെ എന്താ പറയുക, മെട്രോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക അല്ലേ. ഇതൊക്കെ എന്താണ്? ഒരു നഗരവൽക്കരണത്തിൻ്റെ, അർബനൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫെസിലിറ്റീസ്, സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം. അപ്പം ഈ ഒരു അർബൻ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നഗരത്തിലൊക്കെ ജീവിക്കുന്ന ആളുകളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, അവരുടെ ജീവിതം എങ്ങനെയാണ്, അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലേ, അതൊക്കെ നമുക്കറിയാം. നമുക്കറിയാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, എന്നാൽ അറിയില്ലാത്ത ചില കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് സിറ്റീസ്. അപ്പം നഗരങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ആദ്യം പോയിന്റ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, സെൻറ്റർ ഓഫ് ഡൈവേഴ്സിറ്റീസ്. ഒത്തിരി വൈവിധ്യങ്ങളുടെ ഒരു എന്താ പറയുക സെൻറ്ററാണ് ആക്ച്വലി സിറ്റീസ് അല്ലെങ്കിൽ നഗരങ്ങൾ നമ്മൾ പറയുന്നത്. ഒത്തിരി വൈവിധ്യങ്ങൾ നമുക്കിവിടെ കാണാം. എന്തൊക്കെയാണ് ആ വൈവിധ്യങ്ങൾ? സ്പീക്ക് എനി ലാംഗ്വേജ്. ഇപ്പം ഈ നഗരത്തിലൊക്കെ ജീവിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ ട്രൈബ്സ് അല്ലെങ്കിൽ വില്ലേജസ് ഒക്കെ ഫോളോ ചെയ്തിരുന്ന പോലെ, വില്ലേജസ് എന്ന് പറയാൻ പറ്റില്ല, ട്രൈബ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിരുന്ന പോലെ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് യൂസ് ചെയ്യണം. അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ നഗരത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. എന്ത് ചെയ്യാം? ഏതൊരാൾക്കും എന്താണ് അവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് അവർക്ക് യൂസ് ചെയ്യാം അല്ലേ. എനി ലാംഗ്വേജ് ദേ ക്യാൻ സ്പീക്ക്. ദെൻ ദേ ക്യാൻ വെയർ ഡിഫറെൻറ്റ് ക്ലോത്ത്സ്. പല രീതിയിലുള്ള നമ്മുടെ ഇഷ്ടാനുസരണമുള്ള വസ്ത്രധാരണ രീതി പോസിബിളാണ് നഗരങ്ങളിലാവുമ്പം അല്ലേ. അല്ലെങ്കിൽ ഇന്ന പോലെയുള്ള എന്താ പറയുക വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാവുള്ളൂ, നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്, അങ്ങനെയില്ല. എല്ലാവർക്കും എന്താണ് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ക്ലോത്തിങ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ദെൻ ദി ക്യാൻ ഫോളോ ഡൈവേഴ്സ് ഫുഡ് ഹാബിറ്റ്സ്. അതും ഒരു സ്പെഷ്യാലിറ്റിയാണ് അല്ലേ. പല രീതിയിലുള്ള എന്താണ് ഫുഡിൽ തന്നെ ഒത്തിരി ഡൈവേഴ്സിറ്റീസ് ഉണ്ട് നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അല്ലേ. ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ ഈ ഫുഡ് വ്ളോഗ്സൊക്കെ കൂടുതൽ കാണും അല്ലേ. എന്താണ് അതിന് വേണ്ടിയിട്ട്? നമ്മൾ എവിടെയാണ് ഈ ഒരു ബിരിയാണി കിട്ടുന്നത് അല്ലേ, ആ ഒരു സ്ഥലം അനുസരിച്ച് നമ്മൾ പോയി ഫുഡ് ചിലപ്പോൾ അത് മേടിച്ച് കഴിക്കും. അപ്പം അങ്ങനെ നമുക്ക് എന്താണ് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒത്തിരി വൈവിധ്യങ്ങളുണ്ട് ഫുഡിൽ തന്നെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരമുണ്ട് സിറ്റീസിൽ താമസിക്കുന്ന ആളുകൾക്ക്. അത്രയും അവസരങ്ങൾ ആർക്ക് കിട്ടുന്നില്ല? ഈ പറഞ്ഞ പോലെ റൂറൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൽ അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അത്രയും എന്താണ് കുറേ അഡ്വാൻസ്മെൻറ്റ്, ഈ ഫെസിലിറ്റീസ് ഒന്നും അവർക്ക് ലഭ്യമാകുന്നില്ല. അവരവരുടേതായിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. റൈറ്റ്. സോ ഇതാണ് ഡൈവേഴ്സിറ്റി. സെൻറ്റർ ഓഫ് ഡൈവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിലാണെന്നുണ്ടെങ്കിലും ക്ലോത്തിങ്സിലാണെങ്കിലും ലാംഗ്വേജിലാണെങ്കിൽ പോലും എന്താണ് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ലാൻഡ് ഓഫ് ഡിഫറെൻറ്റ് ഓക്യുപ്പേഷൻസ്. എന്താണ്? തൊഴിലവസരങ്ങൾ പല രീതിയിലുള്ള പല ഡിഫറെൻ്റ് ആയിട്ടുള്ള മേഖലകളിലാണ് ആളുകൾ ഇവിടെ തൊഴിൽ ചെയ്യുന്നത് അല്ലേ. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഓക്യുപ്പേഷൻ തന്നെ ഫോളോ ചെയ്യുന്നു, അങ്ങനെയില്ല. എല്ലാവർക്കും എന്താണ് പല രീതിയിലുള്ള തൊഴിലവസരങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട്, പല രീതിയിലുള്ള തൊഴിലവസരങ്ങൾ. ഇപ്പം ഓക്യുപ്പേഷൻസ് വിച്ച് ആർ റിലേറ്റഡ് ടു ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ് അല്ലേ. വ്യവസായം, വ്യാപാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില തൊഴിൽ മേഖലകളുണ്ട്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കാം അല്ലേ. പിന്നെ കുറച്ച് പേര് സാങ്കേതികമായിട്ട് IT മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അല്ലേ. പിന്നെ കുറച്ച് പേര് എന്താണ് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട് അല്ലേ. അങ്ങനെ പല രീതിയിൽ കൺസ്ട്രക്ഷൻ ലെവലിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഓക്യുപ്പേഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഡിഫറെൻറ്റ് സോഷ്യോ എക്കണോമിക് ക്ലാസ്സസ് ആർ ഫോംഡ് ബേസ്ഡ് ഓൺ ദിസ് ഓക്യുപ്പേഷൻ അല്ലേ. അപ്പം ഓരോ ആളുകളും അവർ ചെയ്യുന്ന തൊഴിലുണ്ടല്ലോ, ആ ഒക്യുപ്പേഷനെ ബേസ് ചെയ്തിട്ടാണ് അവരെ പല വിഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കുന്നത്. എങ്ങനെയാണ്? സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ്, അവരുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടാണ് അവരെ ഓരോ ക്ലാസ്സുകളായിട്ട് നമ്മൾ തിരിക്കുന്നത്. ഇന്ന തൊഴിൽ ചെയ്യുന്ന ആളുകളാണ് കുറച്ചും കൂടെ മേൽത്തട്ടിൽ നിൽക്കുന്നത്. ദെൻ അടുത്ത രീതിയിലുള്ള ആളുകൾ, വളരെ സാധാരണ രീതിയിലുള്ള തൊഴിൽ ചെയ്യുന്നവർ, അങ്ങനെ. അപ്പം അങ്ങനെ ഓരോ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവരുടെ ഒക്യുപ്പേഷനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ഡിവിഷൻ ഫോളോ ചെയ്യുന്നത്. റൈറ്റ്. ദെൻ ഡിഫറെൻറ്റ് ഓക്യുപ്പേഷൻസ് ഗീവ് ബർത്ത് ടു ഡിഫറെൻറ്റ് ലേബർ ഓർഗനൈസേഷൻസ്. പല തൊഴിൽ മേഖലകൾ വരുമ്പം അതിനനുസരിച്ചിട്ടുള്ള ഓർഗനൈസേഷൻസ് വരുമല്ലോ, സംഘടനകളും വരും. ആ തൊഴിൽ സംഘടനകളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഫോം ചെയ്യും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻറ്റർ ഓഫ് ലാർജ് ബിൽഡിങ്സ് അല്ലേ. വലിയ കെട്ടിടങ്ങളുടെ സെൻറ്റേഴ്സാണ് ആക്ച്വലി സിറ്റീസ് എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ് കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ പല രീതിയിലുണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പം നിങ്ങൾ മാളുകളിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങാൻ സമയമില്ല ആളുകൾക്ക് അല്ലേ. എന്തോരം ആളുകളാണ് അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
അപ്പോൾ മാളുകളുണ്ട്, വലിയ വലിയ മാളുകൾ, പിന്നെ വലിയ വലിയ ബിൽഡിങ്സ്, ദെൻ ഫ്ലാറ്റുകൾ, ദെൻ സൂപ്പർ മാർക്കറ്റ്സ്, ബംഗ്ലോസ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി വലിയ കെട്ടിടങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും കാണാനും എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങൾ സിറ്റിയിലുണ്ട്, റൈറ്റ്. അപ്പോൾ ആ ഒരു കാര്യമാണ്. ദെൻ അർബൻ ലൈഫ് സ്റ്റൈൽ എന്താണ്, അതായത് അർബൻ കമ്മ്യൂണിറ്റീസ് ഫോളോ ചെയ്യുന്ന ഒരു നാഗരികമായിട്ടുള്ളൊരു ജീവിത രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അവരുടെ ഫാഷൻ അല്ലേ, പല രീതിയിലുള്ള ഫാഷൻ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഡ്രസ്സാണെങ്കിലും നമ്മളുടെ ഓർണമെൻറ്റ്സ് ആണെങ്കിലും നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതാണെങ്കിൽ പോലും എന്താണ്, പല ഫാഷൻസാണ് എല്ലാ ആളുകളും ഫോളോ ചെയ്യുന്നത് അല്ലേ, ഫാഷൻ ട്രെൻഡ്സ്. ഒത്തിരി ഒത്തിരി ബൊട്ടീക്സ്, അതുപോലെ തന്നെ എന്താ പറയുക, മേക്കപ്പ് സ്റ്റുഡിയോസൊക്കെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്, റൈറ്റ്. ദെൻ മോഡേൺ ലൈഫ് സ്റ്റൈൽ അല്ലെ, മോഡേൺ രീതിയിലുള്ള കാര്യങ്ങളും ജീവിത രീതികൾ ഫോളോ ചെയ്യുന്നുണ്ട്. ദെൻ ഡൈവേഴ്സ് ലൈഫ് സ്റ്റൈൽസ്, വൈവിധ്യങ്ങളുണ്ട് ജീവിത രീതിയിൽ തന്നെ. ഇപ്പം സിറ്റീസിൽ താമസിക്കുന്ന ആളുകളിൽ തന്നെ ലൈഫ് സ്റ്റൈൽസ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ. ഏറ്റവും എന്താ പറയുക, നഗരത്തിലാണെങ്കിൽ പോലും ഒരു നോർമൽ ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവരും ഉണ്ട്, ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളുകളെ നമുക്ക് അങ്ങനെ ഒരു ക്ലാസ് ഓഫ് ഡിഫറൻസിയേഷൻ നമുക്ക് കാണാൻ പറ്റും, റൈറ്റ്. ദെൻ ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. സിറ്റീസിലേക്ക് അല്ലെങ്കിൽ നഗരങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ്, ജനസാന്ദ്രത വളരെ കൂടുതലായിട്ട് മാറും. ഇപ്പം ഗ്രാമങ്ങളിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ പ്രദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇത്രയും ആളുകൾ മാത്രമേ ഉള്ളൂ, നമുക്ക് എണ്ണാവുന്ന അത്രയും ആളുകൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. പക്ഷേ നമ്മളൊരു സിറ്റിയിലേക്ക് വന്നു കഴിയുമ്പം അടുപ്പിച്ചടുപ്പിച്ച് വീടുകളും കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പം അതിനനുസരിച്ചിട്ട് പോപ്പുലേഷനും കൂടെ ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലേ, പോപ്പുലേഷൻ ഡെൻസിറ്റിയും കൂടുകയാണ്, ജനസാന്ദ്രത. അതുപോലെ തന്നെ എന്താണ്, ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തുണ്ട്, വലിയ വലിയ നഗരങ്ങളും കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ മാത്രമല്ല, നഗരങ്ങളിൽ ചേരി പ്രദേശങ്ങളും നമുക്ക് കാണാൻ പറ്റും അല്ലേ. സ്ലംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചേരികളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുമായിട്ട് അനുബന്ധമായിട്ട് തന്നെയാണ് ചേരികളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം വൈവിധ്യങ്ങളുടെ കേന്ദ്രമാണ് നമ്മുടെ നഗരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെയൊക്കെയാണ് വൈവിധ്യങ്ങൾ വരുന്നത്, നമുക്ക് പല ഭാഷകൾ സംസാരിക്കാൻ പറ്റുന്നു, അതുപോലെ പല വേഷങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു, പല രീതിയിലുള്ള ഭക്ഷണ രീതികൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നു അല്ലേ. അതുകൊണ്ടാണ് വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത്. ദെൻ പല തൊഴിലുകളുടെ ഒരു സെൻറ്റർ കൂടിയാണ് നമ്മുടെ സിറ്റീസ് അല്ലെങ്കിൽ നഗരങ്ങൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ്, വ്യവസായത്തോടും വ്യാപാരത്തോടും ബന്ധപ്പെട്ട ഒക്യുപ്പേഷൻസ്, തൊഴിലുകളുണ്ട്. തൊഴിലുകൾ വിവിധ സാമ്പത്തിക സാമൂഹിക വർഗ്ഗങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്, പല പല ക്ലാസ്സസ് ഓഫ് ആളുകളെ ഫോം ചെയ്യിപ്പിക്കുന്നുണ്ട്. തൊഴിലുകൾ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള തൊഴിൽ സംഘടനകളും നമ്മുടെ ഇവിടെ രൂപം കൊള്ളുന്നുണ്ട്, സിറ്റീസിൽ രൂപം കൊള്ളുന്നുണ്ട്. വലിയ കെട്ടിടങ്ങളുടെ കേന്ദ്രങ്ങളാണെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയാണ്, ഫ്ലാറ്റുകളുണ്ട്, മാളുകളുണ്ട്, സൂപ്പർ മാർക്കറ്റ്സ്, ബംഗ്ലാവുകളും എല്ലാം കാര്യങ്ങളും നമുക്കുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തും കൂടെയുണ്ട്, അതായത് ഇതുപോലെയുള്ള ചേരി പ്രദേശങ്ങൾ, സ്ലംസും കൂടെ നമുക്ക് കാണാൻ പറ്റും. നാഗരിക ജീവിത രീതികൾ, പല ട്രെൻഡ് ഓഫ് ഫാഷൻസ് അല്ലെ, ആധുനിക ജീവിത ശൈലികൾ, വൈവിധ്യപരമായിട്ടുള്ള ജീവിത ശൈലികൾ. ദെൻ ജനസാന്ദ്രത, പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലായിരിക്കും, ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ കൂടുന്നു, അതിനനുസരിച്ചിട്ടുള്ള എന്താ പറയുക ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കുന്നു, അതനുസരിച്ചിട്ട് പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലേ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ. അപ്പം ചേരി പ്രദേശങ്ങളും അതിൻ്റെ കൂടെ തന്നെ, സ്ലംസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ചേരികളാണ്. സ്ലംസും ഇതിൻ്റെ കൂടെ തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇനി ഈ പ്രോബ്ലംസ് ഇൻ സിറ്റീസ്, അതായത് നമ്മൾ സിറ്റീസിൻ്റെ കാര്യം, അർബൻ ലൈഫിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ മെയിൻ അട്രാക്ഷൻസ് എന്തൊക്കെയാണ് അല്ലേ, നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് പുളകം കൊണ്ടു, റൈറ്റ്. പക്ഷേ ഈ അട്രാക്ഷൻസിനോടും ഫെസിലിറ്റീസിനോടും ഒക്കെ ബന്ധപ്പെട്ടിട്ട് എന്തും കൂടെയുണ്ട്, സിറ്റീസിന് അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസും കൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് സിറ്റീസിൽ അല്ലെങ്കിൽ അർബൻ സൊസൈറ്റിയിൽ. എന്തൊക്കെയാണ് പ്രോബ്ലംസ്, ചില കാര്യങ്ങൾ നിങ്ങൾ പലയിടത്തുനിന്നും കേട്ടും കണ്ടും ഒക്കെ ആയിട്ട് അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് സിറ്റീസ് ഫേസ് ചെയ്യേണ്ടി വരുന്ന മെയിൻ പ്രോബ്ലംസ് എന്തൊക്കെയായിരിക്കും? മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്? മലിനീകരണം തന്നെയാണ് അല്ലേ. പൊല്യൂഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലേ എന്താണ്, അതിലേക്ക് നയിക്കുന്നൊരു കാരണം എന്താണ്? ഡെൻസിറ്റി, പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. ജനസാന്ദ്രത വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾ കൂടുന്നു, അതിനനുസരിച്ച് നമ്മൾ ഒത്തിരി കാര്യങ്ങളിൽ ഫെസിലിറ്റീസ് കൊടുക്കുന്നു ഓക്കെ, അതിനനുസരിച്ച് വേസ്റ്റും വരികയല്ലേ എല്ലാ കാര്യങ്ങളിലും, റൈറ്റ്. സോ ആ വേസ്റ്റുകളൊക്കെ അക്യുമുലേറ്റ് ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ കമ്പൽസറി ആയിട്ട് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ദാറ്റ് ക്രിയേറ്റ്സ് എന്താണ്, പൊല്യൂഷൻ, മലിനീകരണം ഉണ്ടാക്കും. എല്ലാ രീതിയിലും മലിനീകരണം ഉണ്ടാവും അല്ലേ. പൊല്യൂഷൻ എന്ന് പറയുമ്പം എയർ പൊല്യൂഷൻ ഉണ്ടാവും, ഒത്തിരി വാഹനങ്ങൾ വേണ്ട, ഇത്രയും ആളുകൾക്ക് സഞ്ചരിക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരി വാഹനങ്ങൾ വേണം. അപ്പോൾ ആ വാഹനങ്ങളിൽ നിന്നൊക്കെ കത്തിയെരിയുന്ന ഫ്യൂവൽസിൽ നിന്ന് ഒത്തിരി പൊല്യൂട്ടൻസ് നമ്മളുടെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്, റൈറ്റ്. അപ്പോൾ ഇതെല്ലാം എന്തുണ്ടാക്കുന്നുണ്ട്? എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്
അല്ലേ? ഈ വേസ്റ്റ് സിറ്റീസ് എന്താ പറയുക, ഫ്ലാറ്റുകളിൽ നിന്നും മാളുകളിൽ നിന്നും ഹോസ്പിറ്റൽസിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ വാട്ടർ ബോഡീസിലാണ് കൊണ്ടുവന്ന് ഡിസ്പോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് എത്തുന്നത് അറ്റ് ലാസ്റ്റ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ വാട്ടർ ബോഡീസ് തന്നെയല്ലേ പൊല്യൂട്ടഡ് ആവുന്നത്. അപ്പം അങ്ങനെ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവുന്നു, റൈറ്റ്. പിന്നെ അതുപോലെ തന്നെ ഈ സൗണ്ട്, ഹോണ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതനുസരിച്ചിട്ട് സൗണ്ട് പൊല്യൂഷൻ അല്ലെങ്കിൽ നോയ്സ് പൊല്യൂഷൻ ഉണ്ടാകുന്നത്, റൈറ്റ്. അപ്പം ഇത്തരം പൊല്യൂഷൻസ് വന്നു കഴിഞ്ഞാൽ അല്ലേ, അതെന്തുണ്ടാക്കുന്നു? ഇപ്പോൾ വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷനൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ദാറ്റ് വിൽ ക്രിയേറ്റ്സ് അറ്റ് ലാസ്റ്റ് അറ്റ് ദ എൻഡ് അതെന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും, അല്ലേ? ഡിസീസസ് ഫോം ചെയ്യും, അത് സ്പ്രെഡ് ചെയ്യും, അല്ലേ? അതിന് വേണ്ടി അതിൻ്റെ പുറകെ നമ്മൾ നടക്കാൻ നിൽക്കണം. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മളുടെ സിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് ആണ്, അല്ലേ? പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഒരൊറ്റ കാര്യത്തിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്, ശരിയല്ലേ? അപ്പോൾ പൊല്യൂഷൻ, അതുമായി ബന്ധപ്പെട്ട ഡിസീസസ്, ദെൻ പോപ്പുലേഷൻ ഡെൻസിറ്റി, ജനസാന്ദ്രത കൂടുന്നത്, ദെൻ വാട്ടർ സ്കേഴ്സിറ്റി, അത് പറഞ്ഞില്ല അല്ലേ? വാട്ടർ പൊല്യൂഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ബട്ട് എന്താണ്? ഈ അത്രയും ആളുകൾക്ക് യൂസ് ചെയ്യാനുള്ള വെള്ളം അത് വേണം, അല്ലേ? പല സ്ഥലങ്ങളിലേക്കായിട്ട്. അപ്പം ഇങ്ങനെ വാട്ടർ ഇങ്ങനെ കണ്ടമാനം നമ്മൾ യൂസ് ചെയ്യുന്നു, മിസ്യൂസും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ എന്തും കൂടെ ഉണ്ട്? മിസ്യൂസും കൂടെ ഉണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്താണോ ഈ പറഞ്ഞ നമ്മുടെ റിസോഴ്സസിനെയൊക്കെ ഉപയോഗിക്കുന്നത്? അല്ല, അതിനകത്ത് ഇടയ്ക്കൊക്കെ കെയർലെസ്നെസ് വരും, റൈറ്റ്. അപ്പം അങ്ങനെ വാട്ടർ ആണെങ്കിലും നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും റിസോഴ്സസ് ആണെങ്കിലും ഒക്കെ നമ്മൾ മിസ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ കുറവ് വരും, ശോഷണം, ഡിപ്ലീഷൻ ഉണ്ടാവും, അല്ലേ? അപ്പോൾ എന്താണ്? വാട്ടർ ഇല്ലാണ്ടാവും, വാട്ടർ സ്കേഴ്സിറ്റി, അല്ലേ? അതും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രോബ്ലമാണ്. ഇപ്പോൾ സിറ്റീസിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഈ സിറ്റീസിൻ്റെ തന്നെ എന്താ പറയുക, വളരെ ലോക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളാണ് ഈ സ്ലംസ്, ചേരികൾ എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ എന്താണ്? ഒത്തിരി ആളുകൾ നല്ല സുഖസൗകര്യങ്ങൾ അനുഭവിക്കുമ്പോൾ ചേരികളിലൊക്കെ താമസിക്കുന്ന ആളുകൾ ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് പ്രോപ്പറായിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് വെള്ളം കിട്ടുന്നില്ല ആവശ്യത്തിനനുസരിച്ച്, ഡിസീസസ് അതിനുള്ള പ്രതിവിധികൾ കിട്ടുന്നില്ല, മെഡിസിൻസ് കിട്ടുന്നില്ല, ഫുഡ് കിട്ടുന്നില്ല, അല്ലേ? അങ്ങനെ എല്ലാ രീതിയിലും സ്കേഴ്സിറ്റീസ് ഫീൽ ചെയ്യുന്നവർ അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്നവരാണ് വേറൊരു വിഭാഗം ആളുകൾ. അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മളെപ്പോഴും ഹൈ ക്ലാസ്, അല്ലേ? ആ ഒരു രീതിയിലാണ് നമ്മൾ ആലോചിച്ച് പോകുന്നത്. പക്ഷെ അങ്ങനെയും ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, ഓക്കെ, അർബൻ സൊസൈറ്റിയിൽ. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രോബ്ലമാണ് എന്താ? ട്രാഫിക് കൺജഷൻ. ഈ ട്രാഫിക് കൺജഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വേറൊന്നുമല്ല, നമ്മൾ ഈ ഇത്രയും ആളുകൾ സഞ്ചരിക്കുന്ന ആരും പബ്ലിക് ട്രാൻസ്പോർട്ടൊന്നും യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരല്ല. എല്ലാവർക്കും എന്താണ്? സ്വന്തമായ വാഹനങ്ങളാണ്, 2 വീലേഴ്സും 4 വീലേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ്? എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ എല്ലാവരും വണ്ടി എടുത്ത് റോഡിലോട്ട് ഇറങ്ങുവാണ്, ട്രാഫിക് ജാമായി, ശരിയല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ട്രാഫിക് കൺജഷൻ എന്ന് പറയുന്നത് വലിയൊരു പ്രോബ്ലം തന്നെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എങ്ങോട്ട് പോകാനാണെന്നുണ്ടെങ്കിലും എന്താണ്? നമ്മൾ എടുക്കുന്ന ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ, അല്ലേ? ഇത്ര 1 മണിക്കൂർ മതി നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകാൻ. പക്ഷേ ട്രാഫിക് ജാമൊക്കെ കഴിഞ്ഞ് എത്തണമെങ്കിൽ ഒരു 2 മണിക്കൂർ മിനിമം ഓർത്തിട്ട് വേണം നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ, അല്ലേ? ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് വേറൊരു പ്രോബ്ലം. ദെൻ പീപ്പിൾ ഇൻ ദി സിറ്റീസ് ഡു നോട്ട് മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ്. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലേ? ഞാൻ പറഞ്ഞു, നമ്മൾ ഓൾറെഡി ആ റൂറൽ ലൈഫിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത് ഡിസ്കസ് ചെയ്തതാണ്, അല്ലേ? റൂറൽ ലൈഫിൽ എന്ന് പറയുമ്പോൾ എന്താണ്? വില്ലേജസിന് പരസ്പരം നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, കാര്യങ്ങൾ പരസ്പരം പറയുകയും ഹെൽപ്പ് ചെയ്യുകയും കോപ്പറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അർബൻ സൊസൈറ്റിയിൽ അങ്ങനെ ഒരു കാര്യമേ പ്രതീക്ഷിക്കേണ്ട, അല്ലേ? എന്താണ്? തൊട്ടടുത്ത് ആരാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചാൽ പോലും ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ്? കമ്മ്യൂണിക്കേഷൻ കുറവാണ്, വളരെയധികം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നുണ്ട് ആളുകൾ. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ആണെങ്കിൽ തന്നെ ഇപ്പോൾ അച്ഛനും അമ്മയും കുട്ടികളും തമ്മിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമാണ്, അല്ലേ? പക്ഷെ അങ്ങനെ ആവരുത്, നമ്മളെപ്പോഴും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം, ഓക്കെ? അറ്റ്ലീസ്റ്റ് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളായിട്ടെങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണം എപ്പോഴും. എല്ലാവരും അവരുടേതായിട്ടുള്ള തിരക്കുകളാണ്, അല്ലേ? ഒന്നെങ്കിൽ ഫോൺ, TV അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചിതറി പോകാൻ പാടില്ല ആക്ച്വലി. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ്, ഗുഡ് റിലേഷൻഷിപ്പ് ആരും തന്നെ സിറ്റീസിൽ മെയിൻറ്റെയിൻ ചെയ്യാറില്ല അല്ലെങ്കിൽ ശ്രമിക്കാറില്ല. ദെൻ സ്ലംസ് ഇൻ സിറ്റീസ് ആർ ദി സെൻറ്റർ ഓഫ് വയലൻസ്. നമ്മൾ പറഞ്ഞു സ്ലംസ്, അല്ലെ? ചേരി പ്രദേശങ്ങൾ കുറച്ച് എന്താ പറയുക ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു വിഭാഗമാണ്. അപ്പോൾ ഈ വിഭാഗങ്ങളിലേക്ക് വരുമ്പോൾ, സ്ലംസിലേക്ക് വരുമ്പോഴത്തേക്കും കൂടുതൽ ഈ വയലൻസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, അല്ലേ? കൂടുതൽ പ്രശ്നങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ കൂടുതൽ ക്രിമിനൽസ് വരുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ കേൾക്കുന്നത് ഈ സ്ലംസിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ സിറ്റീസിൽ എല്ലാവരും നല്ല ആൾക്കാരാണെന്നൊന്നും അല്ല, അതിനകത്തും ഉണ്ട് എന്താണ് ആളുകളുണ്ട്, അങ്ങനെയുള്ള ആളുകളുണ്ട്. പക്ഷെ എന്നാലും എന്താണ് കൂടുതൽ ഈ വയലൻസിൻ്റെ സെൻറ്റേഴ്സൊക്കെ ആയിട്ട് കൂടുതൽ പറയുന്നത് എവിടെയാണ്? സ്ലംസ് ആണ്. ഓക്കെ, സിറ്റീസിലുള്ള സ്ലംസ് ആണ്.
ഇപ്പോൾ അതാ ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുള്ളത് മാലിന്യ കൂമ്പാരമാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. മാലിന്യം നിക്ഷേപിക്കരുതെന്നുള്ളൊരു ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ആരെങ്കിലും അത് അനുസരിക്കുന്നുണ്ടോ സിറ്റീസിലുള്ള? ഇല്ല അല്ലേ. നമ്മുടെ വേസ്റ്റ് എങ്ങനെയെങ്കിലും ഡിസ്പോസ് ചെയ്യണം, അത് എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിയുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ അത് എന്താണ്, പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ എന്തും കൂടി ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് തന്നെ രോഗങ്ങളും കിട്ടുന്നുണ്ട്. റൈറ്റ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. എന്താണത്? ട്രാഫിക് ജാമിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. മെട്രോസിൻ്റെ തൂണൊക്കെ നമുക്ക് കാണാം. നഗരത്തിലെ ഗതാഗത കുരുക്കിൻ്റെ ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. വാഹനങ്ങളുടെ ആധിക്യം എന്ത് സംഭവിക്കുകയാണ്? വാഹനങ്ങളുടെ ആധിക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ഇൻ ദ വെഹിക്കിൾസ് അല്ലേ. ആൾക്കാർ എന്താ പറയുക, പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് അവർ യൂസ് ചെയ്യുന്ന വെഹിക്കിൾസിൻ്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വായു മലിനീകരണം കൂടെ ഉണ്ടാകുന്നുണ്ട്, എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. എയർ പൊല്യൂഷൻ അതിന് കാരണമാകുന്നു. അതുവഴി പൊല്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതുവഴിയായിട്ട് എന്താണ്, പല രീതിയിലുള്ള ഡിസീസസും സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുവഴി പല രോഗങ്ങൾക്കും അത് വഴിയൊരുക്കുന്നു അല്ലേ. അപ്പോൾ ഈ ട്രാഫിക് ജാമിലൂടെ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതുവഴി ഡിസീസസിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് അല്ലേ. സോ അതുമൊക്കെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. സിറ്റീസിൽ നേരിടേണ്ടി വരുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സിറ്റീസിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ വില്ലേജസിലും കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അവിടെയെന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് അല്ലെങ്കിൽ മലിനീകരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്താണ്, അവിടെ ബെറ്റർ ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അല്ലേ. പിന്നെ നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ആളുകൾക്ക് കിട്ടുന്നില്ല, പ്രോപ്പർ ആയിട്ടുള്ള ഫെസിലിറ്റീസ്. ഓക്കെ, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആണെങ്കിലും എന്താണെങ്കിലും അതൊന്നും കിട്ടുന്നില്ല. നല്ല റോഡ്, ഇലക്ട്രിസിറ്റി, അതൊക്കെ ഓരോരുത്തരുടെ അവകാശങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതൊന്നും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് വില്ലേജേഴ്സ് നേരിടുന്ന മെയിൻ പ്രോബ്ലം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മളവിടെ പറഞ്ഞു അല്ലേ. ബെറ്റർ ആയിട്ടുള്ള ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ് അടിക്കടി കൊടുക്കുക, നല്ല റോഡ്സ് ഒക്കെ പണിത് കൊടുക്കുക, പിന്നെ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് കൊടുക്കുക, അഡൽട്ടിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ സിറ്റീസിൽ കൂടുതലായിട്ടും ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് കുറച്ചും കൂടി ഡിഫറെൻറ്റ് കാറ്റഗറിയാണ് അല്ലേ. അസുഖങ്ങളും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പൊല്യൂഷൻ, മലിനീകരണം, ഇല്ലായ്മകൾ, ദാരിദ്ര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും സിറ്റീസിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു സൊല്യൂഷൻ അതിന് വേണം. കാരണം ഇപ്പോൾ കൂടുതൽ ആളുകളും സിറ്റീസിൽ താമസിക്കുന്നവരാണ്, ജനങ്ങൾ കൂടുതലും തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഉള്ള പ്രോബ്ലംസിന് നല്ലൊരു രീതിയിലുള്ളൊരു റെമഡിയൽ മെഷർ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. റൈറ്റ്. അപ്പോൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് വൺ, സിസ്റ്റമാറ്റിക് പ്ലാനിങ്. അതായത് നമ്മൾ എന്താ പറയുക, എന്തൊരു പ്രശ്നത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്ലാനിങ്ങോടുകൂടി വേണം മുന്നോട്ട് പോകാൻ. റൈറ്റ്. അപ്പോൾ അതായത് ഇപ്പോൾ പൊല്യൂഷനാണ് അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വാട്ടർ ബോഡീസ് എന്താ പറയുക നോൺ പൊല്യൂട്ടഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പൊല്യൂഷൻ ലെവൽ കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യണം, പ്ലാൻ ചെയ്യണം പ്രോപ്പറായിട്ട്. അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക, എന്തെങ്കിലും ഡിസീസസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ക്യൂർ ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഡിസീസ് ഇനി വരാതിരിക്കാൻ, ബാക്കിയുള്ള ആളുകളിലേക്ക് ആ ഡിസീസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം കൊറോണയൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ് അല്ലേ. കൊറോണയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, അതിന് വേണ്ടി കെയർ കൊടുക്കുക. വേറെ മരുന്നും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കെയർ കൊടുക്കുക, നമ്മൾ റെസ്റ്റ് എടുക്കുക, അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത്? നമുക്ക് അതിനുള്ള വാക്സിനും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. അതൊക്കെ എല്ലാവർക്കും പ്രോപ്പറായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു അല്ലേ. ഓരോ രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാനൊക്കെ ശ്രമിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് വേണം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് എപ്പോഴും ഉണ്ടായിരിക്കണം നമുക്ക്. അതാണ് ഒന്നാമത്തെ കാര്യം, റെമഡി. ദെൻ സെക്കൻഡ് വൺ, എക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പൊതുവേ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളും, ബിൽഡിങ്സ് അല്ലെങ്കിൽ റോഡ് പണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഉള്ള നമ്മുടെ പ്രദേശം, നമുക്ക് നേച്ചർ കനിഞ്ഞ് അനുഗ്രഹിച്ചേക്കുന്ന ഒത്തിരി മരങ്ങളും പ്ലാന്റ്സും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? നല്ലൊരു റോഡ് പണിയണമെങ്കിൽ ഇതൊക്കെ അങ്ങ് വെട്ടി അങ്ങ് നശിപ്പിക്കുകയാണ് അല്ലേ. ദെൻ നല്ലൊരു മാള് പണിയണമെങ്കിൽ ആ പാടമൊക്കെ അങ്ങ് നികത്തുകയാണ്. റൈറ്റ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ നേച്ചറിനെ നമ്മൾ പല രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യുകയാണ്. അപ്പോൾ ഈ നേച്ചറിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്താണ്? ഇപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ടൈമിൽ മഴ ലഭിക്കുന്നുണ്ടോ? അല്ലേ. നമുക്ക് സാധാരണ 3 സീസൺസ് ഉണ്ട്. ഈ സീസൺസൊക്കെ പ്രോപ്പറായിട്ടാണോ ഇന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? മഴക്കാലവും വേനൽക്കാലവും ഒക്കെ ഇല്ല, എല്ലാം തോന്നിയ പോലെയാണ് വരുന്നത് അല്ലേ. ചിലപ്പോൾ ഇന്ന് മഴയുണ്ടാവും, ചിലപ്പോൾ നാളെ നല്ല ചൂടായിരിക്കും. ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിയതിൻ്റെ പ്രധാന കാരണം എന്താണ്? നമ്മൾ തന്നെയാണ്. കാരണം എന്താണ്? നമ്മൾ ഈ പറഞ്ഞ പോലെ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നു, പാടങ്ങളൊക്കെ നികത്തുന്നു. അപ്പം പ്രകൃതിക്ക് ഇണങ്ങിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല.
ഓക്കെ, അതിനുമായിട്ട് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മനുഷ്യർ ചെയ്യുന്നുള്ളൂ. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, ബട്ട് അതെന്താണ്, ഒരു രീതിയിൽ നമ്മളെ തന്നെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് കൺസ്ട്രക്ഷൻസ് ചെയ്യുക. ബിൽഡിങ്സ് ആണെങ്കിലും റോഡ് പണിയാണെങ്കിലും ഇപ്പം അണക്കെട്ട് ഡാമുകളൊക്കെ നിർമ്മിക്കുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യാം, എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ നേച്ചറിനെ എന്താ പറയുക ദുരുപയോഗം ചെയ്യാണ്ട് അല്ലെങ്കിൽ നേച്ചറിനെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അത്രയും പ്രദേശങ്ങൾ നമുക്കുണ്ട്, റൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, എക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻസ്. ദെൻ പ്രോപ്പർ ഹൗസിംഗ് പോളിസീസ്, അല്ലേ, ഗൃഹനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പോളിസീസ്, പ്രോപ്പർ ആയിട്ടുള്ള പോളിസീസ് പുട്ട് ഫോർവേഡ് ചെയ്യുക, അത് എന്താ പറയുക പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ബേസിക് ഫെസിലിറ്റീസ് ഫോർ മേക്കിംഗ് ദി ലൈഫ് വെരി ഈസി, അല്ലേ, നമ്മുടെ ജീവിതം കുറച്ചും കൂടെ എന്താ പറയുക ഈസി ആക്കി സുഗമമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. കുറച്ചും കൂടെ എളുപ്പ രീതിയിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ബേസിക് അടിസ്ഥാനമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടുന്ന ചില ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സിറ്റീസിൽ വരുന്ന മെയിൻ പ്രോബ്ലംസ് ഉണ്ടല്ലോ അതിനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താനായിട്ട് ചിലപ്പോൾ സാധിച്ചേക്കും, ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് സിസ്റ്റമാറ്റിക് പ്ലാനിങ്, എക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻസ്, ഹൗസിംഗ് പോളിസീസ്, ബേസിക് ഫെസിലിറ്റീസ് ഫോർ മേക്കിംഗ് ദി ലൈഫ് ഈസി. ഓക്കെ, അപ്പം ചിട്ടയോടെയുള്ള ആസൂത്രണം, പ്ലാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, കൺസ്ട്രക്ഷൻസ്, എക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻസ്, ഹൗസിംഗ് പോളിസീസ്, പാർപ്പിട നയം, ജീവിതം സുഗമമാക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ബേസിക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഒരു ചാപ്റ്ററിനകത്ത്, ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്ന നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ്, ആദ്യം നമ്മൾ എന്താ പറയുക സോഷ്യൽ ലൈഫ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു, ഡൈവേഴ്സിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു, അല്ലേ, ഡൈവേഴ്സിറ്റി മീൻസ് എന്താണെന്നുള്ളത് പറഞ്ഞു. പിന്നെ സോഷ്യൽ ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് പറഞ്ഞു, സാമൂഹിക ജീവിതത്തിലുള്ള അല്ലെങ്കിൽ സാമൂഹിക വൈവിധ്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള 3 കമ്മ്യൂണിറ്റീസിനാണ് നമ്മൾ പഠിച്ചത് പ്രധാനമായിട്ടും. ഏതൊക്കെയായിരുന്നു? യെസ്, ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. ആ ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു, അല്ലെ, എന്തൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ, ജീവിത രീതികൾ, അതൊക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ വില്ലേജ് കമ്മ്യൂണിറ്റി, എന്താണ് റൂറൽ കമ്മ്യൂണിറ്റി, അല്ലേ, വില്ലേജ് അല്ലെങ്കിൽ ഗ്രാമീണ ജീവിതം നയിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു, ഗ്രാമസമൂഹം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അവരുടെ ഗ്രാമസമൂഹത്തിൽ അല്ലെങ്കിൽ വില്ലേജേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, ഒക്യുപ്പേഷൻ എന്താണ്, പിന്നെ അവരുടെ ആ ഒരു ചേഞ്ചിങ്, ആ ഒരു ഹാബിറ്ററ്റ്, ആ വില്ലേജ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണത് ചേഞ്ച് ചെയ്തത്, എങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് മാറിയത്, അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചേഞ്ചസ് ഒക്കേർഡ് ഇൻ റൂറൽ വില്ലേജ് സെക്ടേഴ്സ്, അതൊക്കെ നമ്മൾ അല്ലെങ്കിൽ സൊസൈറ്റീസ്, അതൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ലാസ്റ്റാണ് നമ്മൾ പറഞ്ഞത് എന്താ, അർബൻ സൊസൈറ്റീനെ കുറിച്ച്. എന്താണത്? നാഗരിക സമൂഹം, അല്ലെ, നഗരജീവിതം, സിറ്റീസിനെ കുറിച്ചിട്ട്. അപ്പോൾ സിറ്റീസിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? അതുപോലെ തന്നെ സിറ്റീസ് നല്ല അട്രാക്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും ഒത്തിരി പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പ്രോബ്ലംസ് അത് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. അതിനുശേഷം ഈ പ്രോബ്ലംസിനെ നമുക്ക് എന്താ പറയുക വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ്, അല്ലെ, പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് അതുമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു, അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. ഗോത്ര സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൈബൽ കമ്മ്യൂണിറ്റി, ഗ്രാമസമൂഹം റൂറൽ കമ്മ്യൂണിറ്റി, നഗരസമൂഹം ഇതാണ് അർബൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അർബൻ സൊസൈറ്റി. അപ്പോൾ അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സൊക്കെ ഓർത്തിരിക്കുക, പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇത് എല്ലാവർക്കും അത് അണ്ടർസ്റ്റുഡ് ആണെന്ന് വിചാരിക്കുകയാണ്. ദെൻ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഈ സമൂഹങ്ങളുടെയൊക്കെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ എസ്സേ ഒക്കെ ചോദിക്കാറുള്ളതാണ്, ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ ഇപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാം, കാരണം ആ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനിലാണ് നമുക്ക് മാർക്ക് കിട്ടുക, അല്ലേ. പോയിന്റ് നമുക്കറിയായിരിക്കും, പക്ഷേ അതിനെ നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പോൾ അതിനുവേണ്ടി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഗൈഡ്, എക്സാം പോയിന്റ് ഗൈഡ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ ഗൈഡിലേക്ക് നോക്കുക, അത് റെഫർ ചെയ്യുക നന്നായിട്ട്. ഒത്തിരി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് റെഫർ ചെയ്യുക. ഓക്കെ, എന്നാൽ മാത്രം അത് നന്നായിട്ട് വായിച്ചിരുന്നാൽ മാത്രം നിങ്ങൾക്ക് നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട്. അപ്പോൾ അതെല്ലാവരും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു.